ഞാൻ തേർഡ് പാർട്ടിൽ ഞാൻ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള. അപ്പൊ കുട്ടികളിലെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയണമെന്ന് വെച്ചാൽ ഡിമെൻഷ്യ വാർദ്ധക്യത്തിന്റെ ഒരു ടൈമിൽ വന്ന ഒരു കണ്ടീഷൻ ആണെന്നാ. പക്ഷെ അത് സയന്റിഫിക്കലി അങ്ങനെയല്ല ആക്ച്വലി സംഭവിക്കണം. വാർദ്ധക്യത്തിൽ ലക്ഷണങ്ങൾ കാണുമെങ്കിലും ഡിമെൻഷ്യയുടെ ബ്രെയിനിലുള്ള ചേഞ്ചസ് വളരെ നേരത്തെ തന്നെ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കൂടുതലും നമ്മൾ ആ തലച്ചോറിനെ കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്ലിയർ പിക്ചർ കിട്ടും. നമ്മളപ്പോ ബ്രെയിനിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യണത് തലച്ചോറിൽ നിന്നുള്ള കണക്ഷൻസ് ആണ്. ആ ന്യൂറോൺസ് എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ്സ് ആണ് നമ്മൾ തലച്ചോറിൽ ആ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് തരുന്നത്. അപ്പൊ അത് ഹലോ ആരെങ്കിലും പറഞ്ഞിരുന്നേ എന്തെങ്കിലും? ഓക്കെ, സോ ഐ വിൽ കണ്ടിന്യൂ. സോ ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് കോംപ്ലെക്സ് ലിവിങ് സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ പറയണത്. അതിൻ്റെ അകത്ത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ വി ഹാവ് അറൌണ്ട് 100 ബില്യൺ ന്യൂറോൺസ് എന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ട് 11 പൂജ്യം അത്രയും കോശങ്ങളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. ഇത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോശത്തിനും ഏകദേശം 10,000-ഓളം ആവറേജ് ഒരു 10,000 കണക്ഷൻസ് ഉണ്ടാക്കാം. അപ്പൊ ടോട്ടൽ കണക്ഷൻസ് നമ്മുടെ തലച്ചോറിൽ വരുന്നത് ഏകദേശം 1 കഴിഞ്ഞിട്ട് 15 പൂജ്യം. ഇറ്റ്സ് ലൈക്ക് മില്യൺ ബില്യൺ കണക്ഷൻസ്. ഒരു കമ്പ്യൂട്ടറിനും ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനും ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഹ്യൂമൻ ബ്രെയിൻ ഇത്ര അഡ്വാൻസ്ഡ് ആകാൻ കാരണം. നമ്മൾ എപ്പോഴും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും, പക്ഷെ ആ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ബ്രെയിനിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ആരുടെയെങ്കിലും ഒരു തോട്ടിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പോസിബിൾ ആയത്. അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അത് ഡീജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കണോണ്ടാണ് ഒരു 40-50 അല്ലെങ്കിൽ ഒരു 60 വയസ്സാകുമ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങണം. നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഓരോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യാനായിട്ട് ഇത്ര നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ ഡീജനറേഷൻ ഫാസ്റ്റർ ആകുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളിൽ എത്തേണ്ട അറിവെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രിവെന്റ് ദീസ് കൈൻഡ് ഓഫ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ്. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ന്യൂറോൺസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. ബട്ട് ഐ എം ജസ്റ്റ് ഡിസ്ക്രൈബിങ് അബൌട്ട് ദ പ്രോസസ് ഓഫ് നെർവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ ആക്സോൺസിലൂടെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ബട്ട് വെൻ ഇറ്റ് റീച്ചസ് ദ സിനാപ്സസ് അല്ലെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നേരിട്ട് കണക്ഷൻ അല്ല, there is a small gap which is called the synapse. ആ സിനാപ്സിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് അല്ലെങ്കിൽ കെമിക്കൽ ട്രാൻസ്മിഷൻ ആണ് നടക്കണം. അപ്പൊ ഈ കെമിക്കൽ ട്രാൻസ്മിഷൻ നടക്കണ കൊണ്ട് there will be lot of chemical waste that will be generated. നമ്മളൊരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ കുറെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് കുറെ വേസ്റ്റ് ജനറേറ്റ് ആവും. ആ വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ they will get accumulated. നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ അൽഷീമേഴ്സിന്റെ കേസിൽ വി സി ബീറ്റ അമിലോയിഡ് പ്ലേക്സ് ആൻഡ് ടൗ അഗ്രിഗേറ്റ്സ്, അങ്ങനത്തെ കുറെ പ്രോട്ടീൻ അഗ്രിഗേറ്റ്സ് ആണ് ഫോം ചെയ്യണത്. അത് ഈ ടോക്സിൻസിനെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഈ വേസ്റ്റ് പ്രോഡക്റ്റിനെ പ്രോപ്പറായിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ റീസൈക്കിൾ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഹാവ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോണ. അതിന് നമ്മൾ പറയണെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ചേഞ്ചസ് ആണ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ഒരു ന്യൂറോ ഡീജനറേഷൻ ഒക്കെ ഇത്രയും കോമൺ ആകാൻ കാരണം ഇപ്പൊ ഡിമെൻഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഓരോ 3 സെക്കൻഡിലും ഒരാൾക്ക് ഡിമെൻഷ്യ ലോകത്ത് വന്നെന്നാ പറയണം. അപ്പൊ അത്രയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ടാണ് ഇത്രക്കധികം കേസുകൾ കൂടി വരുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യം കുട്ടികളിൽ തന്നെ എത്തേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ആസ്പെക്റ്റിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ ന്യൂറോ സയൻസിന്റെ റിസർച്ചിൽ പറയണമെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബ്രെയിൻ ഹെൽത്തിന് പ്രോപ്പർ സ്ലീപ്പാണ്. നമ്മൾ ഇപ്പോഴത്തെ ഓരോ ജനറേഷനിലും വന്നേക്കണം മാറ്റം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണെന്ന്. കാരണം രാത്രിയാണ് കൂടുതൽ ആക്ടിവിറ്റീസും. അപ്പൊ ആ സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഞാൻ ഒരു 2-3 സ്ലൈഡിൽ കവർ ചെയ്യും. ദെൻ വി ഹാവ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. എന്തെങ്കിലും ഒരു എക്സർസൈസ്. നേരത്തെ നമ്മളൊരു അഗ്രികൾച്ചർ ഓറിയന്റഡ് സൊസൈറ്റി ആയിരുന്നപ്പോഴത്തേക്കും മിക്കവരും പാടത്തൊക്കെ പോയി പണിയെടുത്ത് കഴിയുമ്പോൾ അവര് അറിയാതെ തന്നെ ഉറങ്ങിപ്പോവായിരുന്നു. ഇപ്പൊ ആ ഒരു ഉറക്കവും വരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ ഓവറോൾ ബ്രെയിനിലേക്കുള്ള പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ നടക്കണില്ല. അതുകൂടാതെ അവരെ ഒരു ലെത്താർജിക് മോഡിലാണ് മിക്കവരും പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന് ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്രെയിനിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്നും പിന്നെ എങ്ങനെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യലാണ്
രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ബ്രെയിൻ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ സ്ട്രെസ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ പറ്റൂല, ബട്ട് വി ഷുഡ് നോ ഹൗ ടു ഡീസ്ട്രെസ് അവർ സെൽഫ്. ആ ഡീസ്ട്രെസ്സിങ് ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെറിയ ന്യൂറോ സയൻസിൽ ഇതുവരെ നടന്നേക്കുന്ന ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഡീസ്ട്രെസ് ചെയ്യാന്നുള്ള കാര്യം 1-2 സ്ലൈഡിൽ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ എങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, മെന്റൽ സ്റ്റിമുലേഷൻ, അതുപോലെ തന്നെ സോഷ്യലൈസേഷന്റെ ഒക്കെ ആസ്പെക്ട് മിക്കവർക്കും ഇപ്പൊ മനസ്സിലായി കാണും. കോവിഡില് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഐസൊലേഷൻ വന്നപ്പോഴത്തേക്കും എത്രത്തോളം നമ്മുടെ ബ്രെയിനിനെ അത് ബാധിച്ചെന്നുള്ള കാര്യം, അത് നമ്മുടെ ഈ സർവേയുടെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ സ്ലീപ്പിന് എന്താ ഇത്ര ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ, സ്ലീപ്പില് ഇതുവരെ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ബയോളജിക്കൽ മെക്കാനിസം മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറയണതനുസരിച്ച് വി നോ ദാറ്റ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഹൈ ബ്ലഡ് പ്രഷർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതേപോലെ തന്നെ ഡയബറ്റീസ്, ഡിപ്രഷൻ, ഒബേസിറ്റി, പിന്നെ അതേപോലെ തന്നെ പലതരം ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷനിലേക്ക് എത്താം. അപ്പൊ അത് നമ്മള് ബ്രെയിൻ ഇത്രയും നാള് നമ്മൾ ബ്രെയിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും സ്ലീപ്പിന്റെ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ബ്രെയിൻ റെസ്റ്റിലാണെന്നാ. പക്ഷെ റീസെന്റ് റിസർച്ച് എല്ലാം കാണിക്കണമെന്ന് വെച്ചാൽ ഉറക്കത്തിന്റെ സമയത്ത് ബ്രെയിൻ വളരെയധികം ആക്റ്റീവ് ആണെന്നാണ്. എന്ന് വെച്ചാൽ ബ്രെയിനിൽ വേണ്ട ഇതുവരെ നമ്മൾ ഒരു ദിവസത്തെ ആക്ടിവിറ്റി കഴിയുമ്പോഴത്തേക്കും കുറെ മെറ്റബോളിക് വേസ്റ്റ് ജനറേറ്റ് ആവും. ആ വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ടൈമാണ് സ്ലീപ്പ്. അപ്പൊ അത്രയും ബ്രെയിൻ വർക്ക് ചെയ്യണ ഒരു പീരീഡ് ആണ് ഉറക്കത്തിന്റെ സമയം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലീപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ നമുക്കൊരു 90 മിനിറ്റിന്റെ സൈക്കിളായിട്ട് ഏകദേശം 4 സൈക്കിളായിട്ടാണ് റിപ്പീറ്റ് ചെയ്യണത്. ആ സൈക്കിളിന്റെ സമയത്ത് നമുക്ക് പല പല ബ്രെയിൻ വേവ്സ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഡേ ആക്ടിവിറ്റിയുടെ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ബീറ്റ വേവ്സ് ആയിരിക്കും. അത് നമ്മൾ ഉറക്കത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് നടക്കുമ്പോഴത്തേക്കും തുടങ്ങുമ്പോഴത്തേക്കും ബീറ്റ വേവ്സ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ആൽഫ വേവ്സ്. അപ്പൊ ആൽഫ വേവ്സ് കുറച്ചും കൂടെ കാമർ വേവ്സ് ആണ്. ആ കാം വേവ്സ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് കണ്ടീഷനിലേക്ക് പോകും. അത് കൂടാതെ നമ്മൾ സ്റ്റേജ് 2 and 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഓഫ് സ്ലീപ്പ്. ഇപ്പൊ സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ REM സ്ലീപ്പ് സ്റ്റേജ് 2 എന്ന് പറയും. ആ സമയത്താണ് നമ്മൾ കുറച്ചും കൂടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് സ്റ്റേജിലേക്ക് പോണതും. നമ്മൾ വേറൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അവിടെ നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയും. നമ്മുടെ സാധാരണ മെമ്മറി നമ്മൾ ഓർത്തെടുക്കുന്ന കാര്യമൊക്കെ ആദ്യം ഷോർട്ട് ടേം മെമ്മറി ആയ ബ്രെയിൻ്റെ ഒരു ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് പോണത്. അത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം മെമ്മറിനെ നമ്മൾ ബ്രെയിനിലെ ലോങ് ടേം മെമ്മറിയുടെ ഒരു ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യും, വിച്ച് ഈസ് സെറിബ്രൽ കോർട്ടെക്സ്. അപ്പൊ ആ ഒരു കോർട്ടെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈം നമ്മൾ അല്ലെങ്കിൽ പകല് നടന്ന കുറെ പഠിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പർ കൺസോളിഡേറ്റഡ് ആകണത് ഈ സ്റ്റേജ് 2 and 3 നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. ആ സമയത്ത് വേവ്സ് തീറ്റ വേവ്സും ഡെൽറ്റ വേവ്സും ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റേജ് 4 സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ REM സ്ലീപ്പ് എന്ന് പറയും, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയും. ആ സമയത്താണ് കൂടുതലും നമ്മുടെ ഡ്രീംസും അതുപോലെ തന്നെ നമ്മളൊരു വേക്ക്ഫുൾ കണ്ടീഷനിലേക്ക് വന്നത്. ഇങ്ങനത്തെ 90 മിനിറ്റുള്ള 4 സൈക്കിള് അല്ലെങ്കിൽ 5 സൈക്കിളായിട്ടാണ് നമുക്കൊരു സ്ലീപ്പിന്റെ സമയത്ത് കിട്ടണം. അതുകൊണ്ടാണ് നമ്മളൊരു 6 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് ഭയങ്കര ആവശ്യമാണെന്ന് പറയണം. അപ്പൊ സ്ലീപ്പിന്റെ സമയത്ത് അത് കൂടാതെ കുറെ കെമിക്കൽ ചേഞ്ചസും ബ്രെയിനിൽ നടക്കുന്നുണ്ട്. ബ്രെയിനിൽ മാത്രമല്ല നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ റെസ്റ്റിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ഇമ്പോർട്ടന്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അഡിനോസിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ. ഇറ്റ്സ് എ മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ് ആണ്. ATPയുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് അഡിനോസിൻ വന്നത്. അപ്പൊ അഡിനോസിൻ നമ്മുടെ ബോഡിയിൽ കൂടിക്കൊണ്ടേയിരിക്കും നമ്മളൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി കഴിയുമ്പോഴത്തേക്കും. അപ്പൊ രാവിലെ അത് ഏറ്റവും മിനിമം ലെവലിലായിരിക്കും നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് അത് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ആ ATP കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരിൽ അഡിനോസിൻ പെട്ടെന്ന് ബിൽഡ് ആകുകയും നമുക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആക്ടിവിറ്റി കുറയും തോറും അഡിനോസിൻ ബിൽഡ് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. ആൻഡ് ദാറ്റ് വിൽ ഡിലേ അവർ സ്ലീപ്പ്. സാധാരണ ഒരു ഹെൽത്തി ആളിലെ 10 to 11 PM ആകുമ്പോഴത്തേക്കും അഡിനോസിൻ മാക്സിമം ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ആ നല്ല സ്ലീപ്പിലേക്ക് നമ്മൾ പോണത്. അപ്പൊ അഡിനോസിൻ ആ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തെ അല്ലെങ്കിൽ മാക്സിമം 11 മണി 10-നും 11-നും ആണ് ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം ആ ഒരു ഐഡിയൽ ടൈം ടു സ്ലീപ്പ്. ആ സമയത്ത് അഡിനോസിന്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ഗ്രാജുവലി ആ ഉറക്കത്തിലേക്ക് വീഴും. അത് കഴിയുമ്പോൾ അത് അഡിനോസിന്റെ ലെവൽ വളരെയധികം കുറയും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് 7 AM അത് ഏറ്റവും മിനിമം ലെവലിലേക്ക് പോകും.
അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ഉറങ്ങാത്ത ആൾക്കാരിൽ ഈ അഡിനോസിൻ ബ്രെയിനിൽ അവശേഷിക്കുകയും നെക്സ്റ്റ് ഡേ എണീറ്റാൽ നമുക്ക് ആ ഒരു ലെത്താർജിക് ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആ ഉറക്കം പ്രോപ്പർ ആയില്ല എന്നുള്ള ഒരു തോന്നൽ വരും. പിന്നെ അഡിനോസിൻ കൂടാതെ വേറെ 2 മോളിക്യൂള് കോർട്ടിസോളും മെലാറ്റോണിനുമാണ്. ഇപ്പൊ കോർട്ടിസോൾ സാധാരണ നമ്മൾ സ്ട്രെസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയണതാണ്, പക്ഷേ നമ്മളെ ബോഡീനെ ഉണർത്തണ ഒരു മോളിക്യൂള് കോർട്ടിസോളാണ്. ഇപ്പൊ കോർട്ടിസോൾ എങ്ങനെയാണ് നമ്മൾ ഉണർത്തണേന്ന് വെച്ചാൽ രാവിലെ സൺലൈറ്റ് ആണ് ആ സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. സൺലൈറ്റ് രാവിലെ നമ്മളെ കണ്ണില് ലോവർ ഐലിഡില് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, നമ്മൾ അതിനെ വിളിക്കണമെന്ന് വെച്ചാൽ മെലാനോസൈറ്റ് കണ്ടെയ്നിങ് റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസ് എന്നാ. ആ ഒരു സെൽസ് ആണ് ആക്ച്വലി സൺലൈറ്റിനെ റിസീവ് ചെയ്യണം. ആ സെൽസ് റിസീവ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ബ്രെയിൻ്റെ ഏറ്റവും കൺട്രോളിങ് ഒരു സെന്ററായ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കും. ആൻഡ് സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് വിൽ ഇൻഫോം ദാറ്റ് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ സർക്കേഡിയൻ റിത്തത്തിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അത് ഇൻഫർമേഷൻ ഹൈപ്പോതലാമസിലേക്ക് എത്തിക്കുകയും ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് it will produce releasing factors which will help the adrenal cortex in the kidney to release cortisol. അങ്ങനെ കോർട്ടിസോൾ വന്നിട്ട് നമ്മൾ ആ ഉണർത്തണ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമുക്ക് ആ രാവിലെ പ്രോപ്പറായിട്ട് അവേക്കനിങ് വരുന്നത്. അപ്പൊ കോർട്ടിസോളിന്റെ അളവ് കൂടുമ്പോഴത്തേക്കും നമ്മൾ ഗ്രാജുവലി ആ ഉറക്കത്തിൽ നിന്ന് എണീക്കും. അത് കഴിഞ്ഞ് ആ കോർട്ടിസോളിന്റെ ആ ഒരു രാവിലെ എണീക്കണതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഒരു 7:30 മുമ്പ് എണീക്കണ ആൾക്കാരിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ കോർട്ടിസോൾ വരും. അത് കൂടുതൽ ഡിലേ ആകും തോറും കോർട്ടിസോളിന്റെ അളവ് നമ്മുടെ ബ്ലഡില് അല്ലെങ്കിൽ ബോഡിയിൽ ലേറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ലേറ്റ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അത് നമുക്ക് കുറച്ചും കൂടെ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് കൂട്ടും. അതുകൊണ്ടാണ് ഈ ഒരു കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ തെറ്റിച്ചപ്പോഴത്തേക്കും കൂടുതൽ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആൾക്കാരിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഈ കോർട്ടിസോളിന്റെ ലെവൽ കൂടണ ഗ്രാജുവലി നമ്മൾ അറിയാതെ തന്നെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ഹാബിറ്റ് കീപ്പ് ചെയ്യണമെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റം രാവിലെ ഓൺ ആയി കഴിഞ്ഞാൽ, ഇത് സൺലൈറ്റ് വഴി ഓൺ ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് ടു സ്റ്റിമുലേറ്റ് അനദർ ഏരിയ ഇൻ ദ ബ്രെയിൻ കോൾഡ് പൈനിയൽ ഗ്ലാൻഡ്. ഇപ്പൊ പൈനിയൽ ഗ്ലാൻഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും മെലറ്റോണിൻ റിലീസ് ചെയ്യും. ഇപ്പൊ മെലറ്റോണിൻ ആണ് പിന്നെ നെക്സ്റ്റ് ഈവനിങ് ടൈം ആവുമ്പോൾ റിലീസ് ചെയ്യണ ഒരു ഹോർമോൺ. ആ മെലറ്റോണിൻ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുക. അപ്പൊ നേരത്തെ പറഞ്ഞ അഡിനോസിൻ, കോർട്ടിസോൾ ആൻഡ് മെലറ്റോണിൻ, ഈ 3 മോളിക്യൂൾസിന്റെ ഇന്റർപ്ലേ കാരണമാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണം. അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. പക്ഷെ നമ്മൾ എപ്പോ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റിക്കണേ അതനുസരിച്ച് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ഡിലേഡ് ആവും. അപ്പൊ സ്ലീപ്പ് പാറ്റേൺ ഡിലേഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ അൽഷിമേഴ്സ് പോലത്തെ പ്ലേക്സ് നമ്മുടെ തലച്ചോറിൽ ബിൽഡ് ആവും. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ആ ലേറ്റ് സ്റ്റേജിൽ ഇരുന്ന് വർക്ക് ചെയ്യണതുകൊണ്ട് ആ ബയോളജിക്കൽ ക്ലോക്ക് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആണ്. ആ ഡിസ്റ്റർബ്ഡ് ബയോളജിക്കൽ ക്ലോക്കിൽ ആ ഒരു ക്വാളിറ്റി, നേരത്തെ പറഞ്ഞ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ദർ വിൽ ബി അഗ്രിഗേഷൻ ഓഫ് ദീസ് കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ ബ്രെയിൻ. അതാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് റിമൂവല് ബ്രെയിനിൽ നിന്ന് നടക്കില്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്ത ആൾക്കാരിൽ നമ്മൾ മെമ്മറി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഈ റിസർച്ച് ഫൈൻഡിങ് കാണിക്കണ പോലെ തന്നെ ഉറക്കം കിട്ടിയ ആളെയും കിട്ടാത്ത ആളെയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സ്ലീപ്പ് ഇഫ് യു ആർ ഗെറ്റിംഗ് പ്രോപ്പർ quality sleep, you will see that the memory recollection will be 3 to 4-fold much better than the people who didn't get that proper sleep. അപ്പൊ ബ്ലൂ ലൈൻ കാണിക്കണമെന്ന് വെച്ചാൽ ഉറക്കം കിട്ടാത്ത ആൾക്കാരിലും, റെഡ് ലൈൻ ആ റീകോളിംഗ് എബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് പഠിച്ചേക്കണ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാനുള്ള കപ്പാസിറ്റി വളരെയധികം കൂടുതലായിരിക്കും പ്രോപ്പർ ഉറക്കം കിട്ടിയ ആൾക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ ബ്രെയിനിന്റെ കണക്ഷൻസ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഉറക്കം അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. നമ്മൾ ഈ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്ത വെസ്റ്റേൺ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്ത ഒരു ഏറ്റവും തകരാറ് പിടിച്ച ഒരു കാര്യമാണ് നമ്മൾ സ്ലീപ്പ് ഡിപ്രൈവ് ചെയ്തിട്ട് നമ്മൾ രാത്രി ആക്ടിവിറ്റീസ് കൂട്ടിയത്. നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ അല്ലായിരുന്നു നമ്മൾ. അപ്പോൾ വെസ്റ്റിൽ ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ന്യൂറോ ഡീജനറേഷൻ ഒക്കെ ഉണ്ടായത്. അപ്പൊ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് അങ്ങനത്തെ കണ്ടീഷൻസ് വളരെയധികം കൂടി തുടങ്ങും. ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ ന്യൂറോ ഡീജനറേഷൻ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു കൾച്ചർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ന്യൂറോ ഡീജനറേഷൻ അതുപോലെ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസ് വളരെയധികം കൂടാൻ തുടങ്ങി. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് സ്ട്രെസ്സിന്റെയും
ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഇമ്പോർട്ടൻസ്. അപ്പൊ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും നമുക്ക് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് പുതിയ ന്യൂറോൺസ് അല്ല ശരിക്കും ആഡ് ചെയ്യപ്പെടുന്നത്, പക്ഷെ നമ്മൾ എക്സിസ്റ്റിംഗ് ന്യൂറോൺസിനെ കൂടുതൽ ബ്രാഞ്ച് ചെയ്യിപ്പിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ആവും. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുമ്പോഴാണ് നമുക്ക് കുറേയും കൂടെ എന്താണ് ഓർത്തെടുക്കാനുള്ള കേപ്പബിലിറ്റീസ്, നമ്മുടെ ബ്രെയിനിന്റെ നെറ്റ്വർക്ക് ഭയങ്കര വാസ്റ്റ് ആവും. ഇപ്പൊ സ്ട്രെസ് വന്ന ആൾക്കാർക്ക് ആദ്യത്തെ സ്റ്റേജ് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും, പിന്നെ ചേഞ്ചസ് ടു ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ ഡിപ്രഷനിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ ബ്രെയിനിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ബ്രെയിനിൽ ഓർത്തു വെക്കാനുള്ള ദർ ആർ സ്പെഷ്യൽ മെമ്മറി പ്രോട്ടീൻസ്. ആ മെമ്മറി പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്യണത് നമ്മൾ പറയുന്ന ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് എന്നാണ്. ആ നമ്മുടെ സെൽസിന്റെ ബ്രാഞ്ചസിൽ ദർ ആർ സ്മോൾ പ്രൊജക്ഷൻസ്. ഈ ലൈനിൽ നിങ്ങൾക്ക് കാണാം, ആ ബ്ലാക്ക് ലൈൻ പോലെയാണ് നമ്മുടെ ന്യൂറോൺസിന്റെ ആക്സോൺസ് അല്ലെ ഡെൻഡ്രൈറ്റ്സ്. ആ ഡെൻഡ്രൈറ്റ്സിലും ആക്സോൺസിലുള്ള ഈ പ്രൊജക്ഷൻസിലാണ് ആക്ച്വലി നമ്മുടെ മെമ്മറി പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യണം. അപ്പൊ സ്ട്രെസ് വന്ന ഒരാളുടെ ലോവർ പാനലിൽ കാണാം, ആ മെമ്മറി പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യുന്ന ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അതേപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിസിറ്റി കൂടാനായിട്ട് അല്ലെങ്കിൽ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടാനായിട്ട് കൂടുതൽ ബ്രാഞ്ചിങ് വരണം. പക്ഷെ സ്ട്രെസ് കൂടി കഴിയുമ്പോഴത്തേക്കും ആ ബ്രാഞ്ചിങ് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങും. അപ്പൊ ചുവപ്പ് ആരോ കാണിക്കണമെന്ന് വെച്ചാൽ സ്ട്രെസ് കൂടിയ ഒരാൾക്ക് ആ ബ്രാഞ്ചിങ് കുറയും. അതേപോലെ തന്നെ ന്യൂറോജെനിസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ വളരെ കുറവ് തോതിലാണ് നടക്കണമെങ്കിലും ഒരു 800 തൊട്ട് 1000 കോശങ്ങള് നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ ന്യൂറോജെനിസിസ് എന്ന് പറയും. അപ്പൊ ന്യൂറോജെനിസിന്റെ അളവും ഭയങ്കരമായിട്ട് കുറയും. പിന്നെ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം, നമ്മുടെ ബ്രാഞ്ചിങ് കുറയണ കൊണ്ട് നമുക്ക് ബ്രെയിനിൽ ഓവറോൾ ശ്രിങ്കേജ് വരും. ആ ശ്രിങ്കേജ് വരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ന്യൂറൽ ആക്ടിവിറ്റി വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് മാറും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൂടുന്ന ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അമിഗ്ഡാല എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് കൂടുതൽ ആക്റ്റീവ് ആണ്. അമിഗ്ഡാല ഈസ് കോൾഡ് ദ ഇമോഷണൽ പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ. അപ്പൊ ഇമോഷണൽ ഏരിയാസ് കൂടുതൽ സ്ട്രോങ്ങർ ആവും. ബാക്കി ഓവറോൾ കുറെ ആക്ടിവിറ്റീസ് ബ്രെയിനിൽ വളരെയധികം ഒപ്റ്റിമൽ ഫങ്ഷനിങ് നമ്മൾ ഭയങ്കരമായിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഒരു കാര്യം ഓർത്തെടുക്കാം. ഇപ്പൊ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു എക്സാമിനേഷനൊക്കെ മാക്സിമം ലെവലിൽ പെർഫോം പറ്റാത്തതിന് ഒരു കാരണം എന്ന് വെച്ചാൽ അവർ ഹൈലി സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ അമിഗ്ഡാല ഗെറ്റ്സ് ഓവർ ആക്ടിവേറ്റഡ്. ആ അമിഗ്ഡാല ആക്ടിവേഷനും വരുമ്പോഴത്തേക്കും ബാക്കി ഏരിയാസിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. അപ്പൊ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ നിന്ന് മെമ്മറി റിട്രൈവ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റൂല. ആ മെമ്മറി റിട്രൈവ് ചെയ്യാനായിട്ട് ഈ അമിഗ്ഡാലയുടെ നെറ്റ്വർക്ക് മാസ്ക് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ആ പ്രോപ്പറായിട്ടുള്ള റീകളക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചില ടെക്നീക്ക് കൊണ്ട് അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ടേക്ക് എ വൈറ്റ് പേപ്പർ ആൻഡ് എ പെൻസിൽ ഓർ പെൻ. എന്നിട്ട് ആ സമയത്ത് തന്നെ ഇമോഷൻസ് ജസ്റ്റ് എന്ത് മനസ്സിൽ തന്നെ ആ കാര്യം ജസ്റ്റ് ഒന്ന് വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ അമിഗ്ഡാലയുടെ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യും. ആൻഡ് യു ക്യാൻ ഈസിലി റീകളക്ട് ഇൻഫർമേഷൻസ് ഫ്രം ദ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പൊ അത്ര ഒരു ചെറിയൊരു ടാസ്ക് കൊണ്ട് നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഒരു ഒപ്റ്റിമൽ ഫംഗ്ഷനിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാം. ആൻഡ് യു വിൽ ബി ഏബിൾ ടു റീകളക്ട് മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻസ്. അപ്പൊ അതൊരു ചെറിയൊരു ടാസ്കിലൂടെ തന്നെ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ബ്രീത്തിങ്ങിന് ഈ ഒരു സ്ട്രെസ് ലെവൽ നമ്മൾ സ്ട്രെസ് മാറ്റാനല്ല നോക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഷുഡ് നോ ഹൗ ടു ഡീസ്ട്രെസ് അവർ ബ്രെയിൻ. ആ ഡീസ്ട്രെസ്സിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്ന് നമ്മൾ ആ ഇമോഷണൽ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മാറും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈസ് ബ്രീത്തിങ് എക്സർസൈസ്. ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഡീസ്ട്രെസ് ചെയ്യാം. അത് നിങ്ങൾ ഓരോ കുട്ടികൾ തേങ്ങിക്കരയണ കണ്ടിട്ടുണ്ടാവും. അവര് ആ സമയത്ത് ചെയ്യണതെന്ന് വെച്ചാൽ ഡബിൾ ഇൻഹലേഷനാണ്. 2 പ്രാവശ്യം ബ്രീത്ത് എടുക്കും. ആ ഡബിൾ ഇൻഹലേഷൻ വരുമ്പോൾ തന്നെ you will push out most of the carbon dioxide from the alveoli, and then by long exhalation that carbon dioxide will be pushed off. അങ്ങനെ നമുക്ക് മാക്സിമം ഓക്സിജൻ നിറക്കാൻ പറ്റും. ഇങ്ങനെ ഡബിൾ ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഡീസ്ട്രെസ്ഡ് ആകും. അപ്പൊ സ്ട്രെസ് മാറ്റാനായിട്ട് 2 സിമ്പിൾ ടെക്നിക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡബിൾ ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ ആൻഡ് ദെൻ റൈറ്റിംഗ് യുവർ ഓർ റൈറ്റിംഗ് ഡൗൺ ദ ഇമോഷൻസ് അറ്റ് ദാറ്റ് ടൈം. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ എല്ലാവരിലും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. അതുകൂടാതെ ഡൈവേർഷൻ ഓഫ് തോട്ടും, പിന്നെ അതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഡൈവേർഷൻ ഓഫ് തോട്ടും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ്. അത് ഇപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല.
ബട്ട് സ്ട്രെസ് ലെവല് കൂടിക്കഴിഞ്ഞാൽ ബ്രെയിൻ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഭയങ്കര മാറ്റം വരും. സോ യു ക്യാൻ സീ ദർ വിൽ ബി ഡയലേഷൻ ഓഫ് പ്യൂപ്പിൾ. ആ സമയത്ത് നമ്മുടെ വിഷൻ ടണൽ വിഷനിലേക്ക് മാറും. നമ്മൾ ആക്ച്വലി നമ്മുടെ പെരിഫറിയിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ അറിയില്ല. അതാണ് സ്ട്രെസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറെ കാര്യങ്ങൾ വിട്ടുപോണത്. നമ്മൾ നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതിന് കാരണം അതാണ്. അപ്പൊ നമ്മുടെ പ്യൂപ്പിൾ ഡയലേഷന്റെ ഒപ്പം തന്നെ ഹാർട്ട് ബീറ്റ് കൂടും, ലങ്സിന്റെ കപ്പാസിറ്റി മാക്സിമം ഓക്സിജൻ എടുക്കാനായിട്ട് ശ്രമിക്കും, ബ്രീത്ത് റേറ്റ് കൂടും, അതുപോലെ തന്നെ ഇന്റസ്റ്റൈനും അതുപോലെ തന്നെ സ്റ്റൊമക്ക് അപ്പൊ ആ ടൈമിൽ ഷട്ട് ഡൗൺ ആവും, ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പൊ നമുക്ക് ഓവറോൾ ഭയങ്കര മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ വരും. അതിനെ നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേഷൻ എന്നാ പറയണ. അതിനെ നമ്മൾ ഈ 2-3 ടെക്നിക്ക്, ബ്രീത്തിങ്ങും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് വഴി വി വിൽ ആക്ടിവേറ്റ് അവർ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അതുകൊണ്ട് നമുക്ക് ആ പ്യൂപ്പിളിന്റെ ഡയലേഷൻ കുറക്കാൻ പറ്റും, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ് സ്ലോവർ ആക്കാൻ പറ്റും. നമ്മൾ പ്യുവർലി ആ ഒരു റെസ്റ്റ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സർസൈസ് വഴി. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ ആക്ടിവേറ്റ് ദ ബ്രെയിൻ നെറ്റ്വർക്ക്സ്. ഇത് കൂടാതെ റെഗുലർ ആയിട്ട് ചെയ്യണമെങ്കിൽ സ്ട്രെസ് ലെവൽ നമുക്ക് ഈസിലി മാനേജ് ചെയ്യാം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ, ദെൻ മൈൽഡ് ടു മോഡറേറ്റ് റെഗുലർ എക്സർസൈസ്, എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സർസൈസ് എങ്കിലും. അതുകൂടാതെ യു ക്യാൻ ലേൺ ടു പ്ലേ എ ന്യൂ ഇൻസ്ട്രുമെന്റ്. ഏത് പ്രായത്തിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം. നമ്മൾ മസിൽസിന് എക്സർസൈസ് കൊടുക്കുന്ന പോലെ തന്നെ തലച്ചോറിനും എപ്പോഴും ആക്ടിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ട്രൈ ടു ലേൺ ന്യൂ ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ആക്ടിവിറ്റി. ഇപ്പൊ NSS ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ടത് നിങ്ങൾ എത്ര ഈ ഒരു കണ്ടീഷൻ ഒന്നും നിങ്ങൾക്ക് വരാത്തതിന് കാരണം യു ആർ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ഇൻ വേരിയസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് പല പല ട്രെയിനിങ് നിങ്ങൾ ഇൻവോൾവ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിട്ട് വെക്കണം. ആ എൻഗേജ്മെന്റ് എന്ന് നിൽക്കണ് അന്ന് തൊട്ട് നേരത്തെ പ്രവീൺ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ബ്രെയിൻ ഓൾസോ സ്റ്റാർട്ട്സ് ടു റെസ്റ്റ്. ആ ഒരു ദ്രവിക്കണ അവസ്ഥയിലേക്ക് വരും. അതാണ് കൂടുതലും റിട്ടയർമെന്റ് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ എക്സർസൈസും യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി പ്രൂവ്ഡ് സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി സ്റ്റോറേജ് ഏരിയ ഇൻക്രീസ്ഡ്, സിനാപ്റ്റിക് സ്ട്രെങ്ത് നടക്കും, പിന്നെ ഓവറോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, ബ്രെയിനിന് വേണ്ട നല്ല മോളിക്യൂൾസ് ബ്രെയിനിലേക്ക് എത്തും, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റഡ് ആവും, പിന്നെ ബ്രെയിനിലുള്ള എല്ലാ നെറ്റ്വർക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ ആ ഒപ്റ്റിമൽ ഫംഗ്ഷനിങ്ങിൽ എല്ലാ ഏരിയസും എത്തും. ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ മോട്ടോർ കോർഡിനേഷൻ ബെറ്റർ ആയിരിക്കും, കോഗ്നീഷൻ അല്ലെങ്കിൽ ഓർത്തെടുക്കാനുള്ള കപ്പാസിറ്റി കൂടും, പിന്നെ ഓവറോൾ മൂഡ് ആൻഡ് മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ മൂഡ് ആൻഡ് മോട്ടിവേഷൻ ഒക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ ഉണ്ടാകണോണ്ടാണ്. ഡോപ്പാമിൻ പോലത്തെ മോളിക്യൂൾസ് നമ്മുടെ ബ്രെയിനിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ അവർ ഓവറോൾ മോട്ടിവേഷൻ ആൻഡ് മൂഡ് വിൽ ഇൻക്രീസ്. അപ്പൊ ഇതൊരു ചെറിയ ഒരു എക്സ്പെരിമെന്റ് സ്റ്റുഡൻസിൽ ചെയ്താണ്. 20 മിനിറ്റ് നടക്കണ കൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ആ ഒപ്റ്റിമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ കൂടുതലും ആക്ടിവിറ്റി അല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകും തോറും നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ് വളരെയധികം കുറഞ്ഞ വരുന്നൊരു അവസ്ഥയെ കാണുന്നത്. അപ്പൊ അതിനുവേണ്ടി ഒരു 20 മിനിറ്റ് നമ്മൾ രാവിലെ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ തന്നെ മാറ്റമാണ് ഈ കാണുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ഇല്ലിനോയ്സിൽ ചെയ്ത സ്റ്റഡിയാണ്. അവർ ചെയ്തതെന്ന് വെച്ചാൽ 20 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ട് അവരുടെ ബ്രെയിൻ സ്കാനിങ് ചെയ്ത്, ആ സ്കാനിങ് ചെയ്തപ്പോൾ മനസ്സിലായത് ജസ്റ്റ് ആ നടന്ന കുട്ടിയും ആ വെറുതെ ഇരുന്ന കുട്ടിയായിട്ടുള്ള ബ്രെയിനിലെ ഓവറോൾ ആക്ടിവിറ്റിയുടെ ചാർട്ടാണ് ഈ കാണിക്കണം. അപ്പൊ അത്രയും ആക്റ്റീവ് ആവും ബ്രെയിൻ ഒരു 20 മിനിറ്റ് നടത്തം കൊണ്ട് മാത്രം. അപ്പൊ ചെറിയ തോതിലുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത്രയും ആക്റ്റീവായിട്ട് മാറും നമ്മുടെ ബ്രെയിൻ. പിന്നെ അത് കൂടാതെ എങ്ങനെയാണ് ഇതൊരു നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചേഞ്ചസ് തന്നെ. ഇത് ഐൻസ്റ്റൈൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഞാൻ ഫുള്ള് കാണിക്കണില്ല, ബട്ട് യു ക്യാൻ സി ഐൻസ്റ്റൈൻ ഡീസ്ട്രെസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഹി യൂസ് ടു when he got struck with any physics problem, he used to practice playing violin. അപ്പൊ വയലിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ he easily got de-stressed. അപ്പൊ ആ ഡീസ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഐൻസ്റ്റീൻ തന്നെ പറയുന്ന ഒരു കോട്ട് ഉണ്ട്, തിയറി ഓഫ് റിലേറ്റിവിറ്റി occurred to me by intuition and music was the driving force behind that intuition. അപ്പൊ ആ ഒരു മ്യൂസിക് കൊണ്ട് നമ്മുടെ ബ്രെയിനിന് അത്രയും ഒപ്റ്റിമൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഐൻസ്റ്റൈൻ്റെ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലായത്. അത് കൂടാതെ മെഡിറ്റേഷനും ചെയ്യണം. മെഡിറ്റേഷൻ ആണ് ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കണ്ടേക്കണ ഇൻഡ്യൂസ് ചെയ്യണ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ പറയണത്. അത് മെയിനായിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യണ 2 ഏരിയയാണ്. ഒന്ന് നമ്മുടെ ലോങ് ടേം സ്റ്റോറേജ്, മെമ്മറി സ്റ്റോറേജിന്റെ ഏരിയയായ കോർട്ടെക്സ്,
അതുകൂടാതെ ഹിപ്പോ ക്യാമ്പസ്, ഷോർട്ട് ടേം മെമ്മറിയുടെ ഏരിയ, ഹിപ്പോ ക്യാമ്പസ്. ഈ 2 ഏരിയയിലും ന്യൂറോണൽ നെറ്റ്വർക്കിന് ഭയങ്കരമായിട്ട് തിക്നെസ് കൂടിയതായിട്ട് കാണാം മെഡിറ്റേറ്റിംഗ് ആൾക്കാരിൽ. അപ്പൊ അത് കൂടാതെ നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ബ്രെയിൻ ഓവർ ഫയറിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാം ചെയ്യണമെങ്കിൽ സിമ്പിൾ മെഡിറ്റേഷൻ ടെക്നീക്ക് കൊണ്ട് സാധിക്കും. അപ്പൊ ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ടെക്നീക്ക്, നമുക്ക് എപ്പോഴും മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, രാവിലെ എണീറ്റിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ ഇന്റേണൽ വിഷൻ എന്ന് പറയും. നമ്മൾ കുറച്ചു നേരം നമ്മുടെ ഉള്ളിൽ ഒരു ലൈറ്റിനെ കാണുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഏതെങ്കിലും അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുക, നമ്മുടെ കൈവെള്ളയിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. മൂന്നാമത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പുറത്തേക്കൊന്ന് നോക്കുക. ഇപ്പൊ ഈ 3 ടെക്നീക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിലെ പല പല ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആവും. ആ ന്യൂറോണിന്റെ ആക്ടിവേഷൻ കൊണ്ട് നമ്മൾ ഭയങ്കര ഒരു വാസ്റ്റ് നെറ്റ്വർക്ക് നമ്മൾ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ബ്രെയിനിൽ നമ്മൾ കൂടുതൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്കൊരു സ്ട്രെസ്ഫുൾ ഇവന്റ് വന്നാൽ വി ക്യാൻ ഈസിലി ഡീസ്ട്രെസ് അവർ സെൽഫ് ബൈ ചാനലൈസിങ്. നമ്മൾ പന പോലെ വളരുന്നതിന് പകരം കൂടുതൽ ബ്രാഞ്ചസ് തലച്ചോറിൽ ഉണ്ടാകുമ്പോഴത്തേക്കും ആ ബ്രാഞ്ചിങ്ങിലൂടെ നമുക്ക് ഈസിലി ഡീസ്ട്രെസ് ചെയ്യാം. അതാണ് ബ്രെയിനിന്റെ നെറ്റ്വർക്ക് കൂട്ടണതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും തോറും, അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും തോറും ആ നെറ്റ്വർക്കാണ് വാസ്റ്റൻ ആകണം. അപ്പൊ ഈ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കുട്ടികളിലും അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ആക്ടിവിറ്റി വഴി നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് വിച്ച് ക്യാൻ പ്രിവെന്റ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ ഇൻക്ലൂഡിങ് ഡിമെൻഷ്യ. അപ്പൊ അതിൻ്റെ അകത്ത് സ്ലീപ്പ് ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കണ്ട്, അതുപോലെ തന്നെ ന്യൂട്രീഷന് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. നമ്മൾ US നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ US വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ കൂടുതൽ പണക്കാരും അതുപോലെ തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരും നല്ല ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. അവിടുത്തെ കുറേയും കൂടെ ലോവർ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് ബർഗറും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ വന്നപ്പോൾ നേരെ തിരിച്ചാണ്. നമ്മൾ കൂടുതൽ പോഷ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കും തോറും നമ്മുടെ ആക്ച്വലി ബ്രെയിൻ ഹെൽത്ത് കോംപ്രമൈസ്ഡ് ആകണേണ്. അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, ഇറ്റ് ഡയറക്ട്ലി അഫക്ട്സ് യുവർ ഗട്ട് മൈക്രോഫ്ലോറ. ആ ഗട്ടില് മൈക്രോഫ്ലോറ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഡയറക്ട്ലി അഫക്റ്റഡ് ആവും. അതിന് നമ്മൾ ഏറ്റവും പറയണമെന്ന് വെച്ചാൽ കൂടുതൽ ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഫൈബർ ആണ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി മൈക്രോബയോട്ടനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിലുള്ള ആന്റി ഓക്സിഡൻസ് വിൽ ഹെൽപ്പ് ഇൻ ദ സ്കാവെഞ്ചിങ് ഓഫ് നമ്മൾ ബ്രെയിനിൽ ഉണ്ടാകണ കുറേ ആന്റി കുറേ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഫ്രീ റാഡിക്കൽസ് ആർ ദ ടോക്സിൻസ് ദാറ്റ് ആർ ജനറേറ്റഡ് ഡ്യൂ ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബ്രെയിൻ. അപ്പൊ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് ആന്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിനിലുള്ള കുറേ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാം. ബ്രെയിനിൽ മാത്രമല്ല ഓവറോൾ ബോഡി ഹെൽത്തിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. പിന്നെ സ്ട്രെസ് റിഡക്ഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ. നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതെന്ന് വെച്ചാൽ സോഷ്യലൈസേഷനാണ്. അപ്പൊ നമ്മൾ സോഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവെക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ വളരെയധികം റിലാക്സേഷൻ സംഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് ഡോപ്പാമിൻ ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ വീട്ടിലിരുന്നെങ്കിലും മെന്റൽ സ്റ്റിമുലേഷനെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. മെന്റൽ സ്റ്റിമുലേഷനെ നമ്മൾ ഓർക്കും ഭയങ്കര ഹൈഫൈ ടെക്നീക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടീസ് സം കൈൻഡ് ഓഫ് ഹോബീസ്. അപ്പൊ നമ്മൾ ഒരു പുതിയ ഹോബി ചെയ്യും, അല്ലെ പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റിംഗ് യുവർ ബ്രെയിൻ. അത് കൂടാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും, ഇപ്പൊ കുട്ടികളോടൊക്കെ കളിക്കണ തന്നെ ഇറ്റ് ഈസ് ലൈക്ക് എ ക്രിയേറ്റിവിറ്റി. നമ്മൾ മൊബൈൽ ഫോണിന്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും വി ആർ ആക്ച്വലി റെസ്ട്രിക്റ്റിംഗ് അവർ ബ്രെയിൻ നെറ്റ്വർക്ക് ടു സെർട്ടൈൻ പോക്കറ്റ്സ് ഓഫ് ദ ബ്രെയിൻ. അപ്പൊ നമ്മൾ അത്രയും ചുരുങ്ങിയ നെറ്റ്വർക്ക് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അത് നമ്മൾ അല്ലാതെ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ നെറ്റ്വർക്ക് ഫുൾ ഇൻവോൾവ് ആവും. ആൻഡ് ദാറ്റ് വിൽ റിലാക്സ് ആസ് വെൽ ആസ് മേക്ക് മോർ കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. അതാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. അപ്പൊ രാത്രിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിനായിട്ട് സ്പെൻഡ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ കൂടുതൽ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊബൈലിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ റിലാക്സേഷന് പകരം ഇറ്റ് ഈസ് കോസിങ് ടെക്നോ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പുതിയ ആസ്പെക്ട് ആണ്. അപ്പൊ ടെക്നോ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി
നമ്മുടെ ബ്രെയിനിൽ കുറെ ചേഞ്ചസ് വരും. അതാണ് നമ്മൾ കുറച്ച് റെസ്ട്രിക്ട് ചെയ്ത് ആ ഇൻസ്ട്രുമെന്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഇത് ഡിമെൻഷ്യ കൂടാതെ ജസ്റ്റ് അടുത്ത ഒരു കണ്ടീഷൻ കൂടെ, ന്യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും there are lot of different conditions. അതിൻ്റെ അകത്ത് ഒരെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമെൻഷ്യ അല്ല അൽഷീമേഴ്സ് ആണ്. പിന്നെ അത് കൂടാതെ പാർക്കിൻസൺസ് നോക്കിക്കഴിഞ്ഞാലും ഇതേപോലത്തെ കണ്ടീഷൻസ് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിമെൻഷ്യയിൽ നമ്മുടെ ബ്രെയിനിലെ മെമ്മറി സെൽസിനെയാണ് കൺട്രോൾ ചെയ്യണമെങ്കിൽ പാർക്കിൻസൺസ് നമ്മുടെ മോട്ടോർ പാത്വേനെയാണ് അഫക്റ്റഡ് ആണ്. അപ്പോൾ മോട്ടോർ പാത്വേ അഫക്റ്റഡ് ആയിക്കുമ്പോഴത്തേക്കും നമ്മൾ തലച്ചോറിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ പ്രകാരമാണ് നമ്മുടെ മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു കോർഡിനേഷൻ ആണ് നമുക്ക് നഷ്ടപ്പെടണം. ഇവരിൽ ഒരു ലേറ്റ് സ്റ്റേജ് ഓഫ് പാർക്കിൻസണിലൊക്കെ അല്ലെങ്കിൽ ഡിസ്കൈനേസിയയുടെ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ മസിൽസിനെ കൺട്രോളിൽ നിർത്താൻ പറ്റൂല. അത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അത്രയും വൈഡ് റേഞ്ച് ഓഫ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയും കൂടെ കാണിച്ചത്. അപ്പൊ അതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെ ബ്രെയിൻ ഹെൽത്ത് ഹൈജീൻ എന്ന് പറയണ ഞങ്ങളിപ്പോ സെന്ററിൽ നിന്ന് ബാക്കി എല്ലായിടത്തേക്കും പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്രത്തോളം നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഹെൽത്തി ആക്കാൻ പറ്റും നമ്മുടെ ഒരു സർക്കേഡിയം റിതം അല്ലെങ്കിൽ ബോഡി ക്ലോക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ അതിന് രാവിലത്തെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ആ രാവിലത്തെ ടൈമാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അത് രാവിലെ എണീക്കുമ്പോഴുള്ള ആദ്യത്തെ നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ കട്ടിലിൽ നിന്ന് നേരിട്ട് ചാടി എണീക്കും. അതിന് പകരം ഒരു ചെറിയ 2-3 സ്റ്റെപ്പ് നമ്മൾ ആ കട്ടിലെ നിവർന്നിരുന്നുകൊണ്ട് ചെയ്താൽ തന്നെ നമ്മളിൽ ഭയങ്കര മാറ്റങ്ങൾ, ആ ഒരു ഡേ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ വിഷ്വലൈസ് അല്ലെങ്കിൽ കണ്ടറിയാം. അപ്പൊ രാവിലെ എണീറ്റിട്ട് നമ്മൾ പറയണമെന്ന് വെച്ചാൽ രാവിലെ കുറച്ചു നേരം കട്ടിലെ ഇരുന്നുകൊണ്ട് ജസ്റ്റ് നിവർന്നിരിക്കുക, എന്നിട്ട് നമ്മുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു 90% തോട്ടും തലേ ദിവസത്തെ കയറി വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു 80-85% വരെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അതിനെ നമ്മൾ മാറ്റാനാണ് ശ്രമിക്കണത്. അപ്പൊ അതിന് ആ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് കുറച്ചു നേരം നമ്മൾ ആ ബ്രെയ്ത്ത് ഉള്ളിലേക്ക് എടുക്കണതും അതിനെ പുറത്തേക്ക് വിടണതും മനസ്സ് ഇൻവോൾവ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കണത്, അത് കഴിഞ്ഞിട്ട് അതിനെ എക്സൈൽ ചെയ്യണതും ഒന്ന് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അതൊരു 3-5 മിനിറ്റ് വരെ കട്ടിലിൽ നിവർന്നിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത്, അത് ചെയ്ത ഉടനെ നമ്മുടെ മൈൻഡ് ഫോക്കസിലേക്ക് വരും. ആ ഫോക്കസിൽ വരുമ്പോൾ നെഗറ്റീവ് തോട്ട്സിന് പകരം നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ്, നമ്മളെ കുറിച്ചുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റീസ് മാത്രം മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതൊരു 2-3 മിനിറ്റ് വരെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ ദിവസം എങ്ങനെയാകണമെന്നുള്ള കാര്യം നമ്മൾ എൻറ്റയർലി വിഷ്വലൈസ് ചെയ്യിപ്പിക്കണേ. ആ വിഷ്വലൈസേഷന്റെ പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ആ റിലേറ്റഡ് എക്സ്പെരിമെന്റ്സ് ഓൾറെഡി ന്യൂറോ സയൻസിൽ പ്രൂവൺ ആണ്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ട ന്യൂറോൺസ് പ്രിപ്പയർഡ് ആകണേണ്. അത് നടക്കാനുള്ള പ്രോബബിലിറ്റീസ് വളരെയധികം കൂടും. അപ്പൊ കുട്ടികളോട് നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഒരു 5-10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കണം അത് വിഷ്വലൈസ് ചെയ്യാൻ പറയും. അങ്ങനെ ടോട്ടൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ ആ നിവർന്നിരുന്ന് ചെയ്യണ കാര്യങ്ങൾ നമ്മുടെ ആ എൻറ്റയർ ഡേ മാറ്റും. അതേപോലെ തന്നെ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്സിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. അത് കഴിഞ്ഞ് പ്രൈമറി കെയർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഹാവ് സം വാട്ടർ. കാരണം നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് ആയി കാണും. അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് 2-4 ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് പറയും. അത് കഴിഞ്ഞ് എല്ലാ ജീവികളും എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെച്ചിങ് ചെയ്യും. നമ്മൾ മാത്രം എണീറ്റ് നേരിട്ട് ആക്ടിവിറ്റീസിലേക്ക് കടക്കണം. അപ്പൊ അതിന് പകരം നമ്മൾ പട്ടീനെ നോക്കിയാലും പൂച്ചേനെ നോക്കിയാലും എല്ലാവരും ഒരു മൈൽഡ് സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യും. അപ്പൊ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചെറിയ തോതിലെങ്കിലും സ്ട്രെച്ച് ചെയ്തിട്ട് എണീക്കാൻ പറ്റണം. ആ എണീറ്റ് സ്ട്രെച്ചിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി കൂടുതൽ ബ്രെയിനിൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യും. ആൻഡ് ഡോപ്പാമിൻ വിൽ കീപ് യു മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ദ ഡേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സർസൈസ് ഒക്കെ അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യണവരാണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 7:30 മുമ്പ് 5 മണി തൊട്ട് 7:30 മുമ്പ് ഏതെങ്കിലും സമയം അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങി ഒന്നാ അറ്റ്മോസ്ഫിയറിൽ ഉള്ള സോളാർ റേസ് നമ്മുടെ കണ്ണിൽ പതിയണം. അത് നിങ്ങൾ സൂര്യനെ നേരിട്ട് നോക്കണം എന്നില്ല, പുറത്തിറങ്ങിയാൽ തന്നെ യു വിൽ ഗെറ്റ് ദാറ്റ് റേഡിയേഷൻ. അത് നമ്മുടെ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് എന്ന് പറയും. ആ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് ആയിരിക്കും ഹൊറൈസണിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത്. ആ ലൈറ്റാണ് നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കിനെ ആക്ടിവേറ്റ് ചെയ്യണം. സൂപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റെ
സർക്കേഡിയം റിതം ഓൺ ആക്കണ സിസ്റ്റം അപ്പൊ തൊട്ട് പ്രവർത്തിച്ചു തുടങ്ങും. കാരണം അത് നമ്മൾ അകത്ത് നിന്ന് അത്രക്ക് അധികം കിട്ടൂല. അതുകൊണ്ടാണ് ഒന്ന് പുറത്തിറങ്ങാൻ പറയണം. ആ ഒരു കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ രാത്രിയുള്ള ഉറക്കത്തിന്റെ ഷെഡ്യൂളും കറക്റ്റായി തുടങ്ങും. അപ്പൊ ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ നമ്മൾ പുറത്താ ജസ്റ്റ് ആ സോളാർ ലൈറ്റ് നമ്മുടെ കണ്ണിൽ വീഴാൻ, അതിന് ആ ഒരു സിഗ്നൽ ആക്ടിവേഷൻ നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഏകദേശം 10,000 ലക്സ് ഓഫ് ഫോട്ടോൺസ് വേണമെന്നാണ്. ആ 10,000 ലക്സ് ഓഫ് ഫോട്ടോൺസ് നമ്മുടെ നേരത്തെ പറഞ്ഞ റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. ആൻഡ് ദാറ്റ് വിൽ റിലീസ് മെലറ്റോണിൻ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ഒരു 10 തൊട്ട് 11 മണിയാവുമ്പോൾ രാത്രിയാവുമ്പോൾ മെലറ്റോണിൻ റിലീസ്ഡ് ആവും. പിന്നെ അത് കൂടാതെ നെക്സ്റ്റ് നമ്മൾ രാവിലെ 9 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് രാത്രി 8:30 കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഉറങ്ങണേന് 1-2 മണിക്കൂർ മുമ്പ്, 2 മണിക്കൂറാണ് ശരിക്കും സയന്റിഫിക്കലി പ്രൂവൺ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും ആ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്തിട്ട് യു ക്യാൻ റീഡ് ഗുഡ് ബുക്സ് ഓർ ലിസൺ ടു ഗുഡ് മ്യൂസിക്, ഇതെല്ലാം ചെയ്യാം. പക്ഷേ സ്ക്രീൻ ടൈമിൽ ആ നമ്മൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ദർ വിൽ ബി മോർ ബ്ലൂ ലൈറ്റ് ദാറ്റ് വിൽ ബി റീച്ചിങ് ദിസ് റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസ്. ആ ബ്ലൂ ലൈറ്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ ഉറക്കത്തിനെ ഇൻഹിബിറ്റ് ചെയ്യണം, മെലറ്റോണിനെ ഇൻഹിബിറ്റ് ചെയ്യണ നെറ്റ്വർക്ക് ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം വീണ്ടും ഡിലേഡ് ആവും ആൻഡ് യു വോണ്ട് ഗെറ്റ് ദാറ്റ് ക്വാളിറ്റി സ്ലീപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റേജ് 2 and 3 നിങ്ങൾ അധികം കടന്നു പോകില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും യു വിൽ അക്യുമുലേറ്റ് ലോട്ട് ഓഫ് പ്രോട്ടീൻ അഗ്രിഗേറ്റ്സ് ഇൻ ദ ബ്രെയിൻ വിച്ച് ക്യാൻ ലീഡ് ടു വേരിയസ് ടൈപ്സ് ഓഫ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ ഒരു സ്ലീപ്പ്, ഒരു സർക്കേഡിയം റിതം അല്ലെങ്കിൽ ബോഡി ക്ലോക്ക് അനുസരിച്ചുള്ള ഒരു പ്ലാൻ ആണ് നമ്മൾ കുട്ടികളോട് പ്രൊജക്റ്റ് ചെയ്യണത്. കാരണം ഇങ്ങനെ ഓൾറെഡി സയന്റിഫിക് ഡാറ്റയുടെ ബേസിസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടുള്ള ഡിസ്കഷനിലും പറഞ്ഞത്, എത്രത്തോളം ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് കുട്ടികളിൽ. അപ്പൊ ആ കുട്ടികളിൽ ഇത് പറഞ്ഞു കൊടുക്കണേ മുമ്പ് യു ഹാവ് ടു എക്സ്പീരിയൻസ് ദിസ്. അത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കുക. അപ്പൊ അത് ഞങ്ങളുടെ ഒരു പോളിസിയുടെയും കൂടെ ഭാഗമാണ്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഈ ഒരു സയന്റിഫിക് ഡാറ്റ ഇതുവരെ ഇത് കൂടുതൽ വർക്ക് നടന്നേക്കണ, ഇതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസർച്ച് ഡാറ്റയുടെ പബ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ഷെയർ ദിസ്. ഇത് സ്റ്റാൻഫോർഡിൽ 2020 നടന്ന സ്റ്റഡിയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്തേക്കണം. അപ്പൊ അത്രയും കൂടുതൽ കാര്യങ്ങൾ ബ്രെയിൻ റിസർച്ചിൽ നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഹാസ് ടു റീച്ച് ദ സൊസൈറ്റി. അതാണ് ഞങ്ങൾ സെന്റർ ഫോർ ന്യൂറോ സയൻസിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കണം. അത് എത്രത്തോളം കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പാരന്റ്സിനും ബെനിഫിഷ്യൽ ആവും, അത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങൾ ഓരോരുത്തരും ദാറ്റ് ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ ഫ്രം യു. അപ്പൊ നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ യു ഷുഡ് ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. അപ്പൊ ആ ചേഞ്ച് വരണമെങ്കിൽ യു ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ യുവർ ഓവറോൾ ഹെൽത്ത് പാറ്റേൺ. ബ്രെയിൻ ഹെൽത്ത് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ സൊസൈറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് അജിറ്റേറ്റഡ് ആകുന്നതിന് കാരണം എന്ന് വെച്ചാൽ ദേ ആർ മെന്റലി ഡിസ്റ്റർബ്ഡ്. ആ മെന്റൽ ഡിസ്റ്റർബൻസ് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഹൈജീൻ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കണം. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. ആ ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ നമ്മളിൽ സപ്പോർട്ട് ചെയ്തേക്കണം. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാല് ഇതിനെക്കുറിച്ച് പറയണത് നിങ്ങൾക്ക് കേൾക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ റിസർച്ച് സൊസൈറ്റിയിലേക്ക് ഇമ്പോർട്ടൻസിനെയൊക്കെ കുറിച്ച്. അപ്പൊ അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടണത് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. സോ ആസ് ടീച്ചർ I really request you to practice some of these techniques, and if you see some improvement, try to convey this information to other teachers as well as students. And we are happy to share any information from the Center for Science. Thank you.